ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ പ്രദോഷമാണ്. ജൂൺ മാസത്തിലെ ആദ്യത്തെ പ്രദോഷം ഞായറാഴ്ച വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ രവി പ്രദോഷം എന്നാണ് ഈ ഒരു പ്രദോഷം അറിയപ്പെടുന്നത്. മാസത്തിൽ 2 പ്രദോഷം വരാറുണ്ട്, കറുത്ത പക്ഷത്തിലും വെളുത്ത പക്ഷത്തിലും. അതിൽ തന്നെ നാളത്തെ വെളുത്ത പക്ഷ പ്രദോഷമാണ്. നാളത്തെ പ്രദോഷ ദിവസം രാത്രി ഒരു 11 മണിക്ക് മുൻപായി നിങ്ങൾ ചൊല്ലി ഭഗവാന് സമർപ്പിക്കേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായി കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. പൗർണമിയിൽ നമ്മുടെ കുലദൈവത്തിൻ്റെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന ഒരു ഇളനീർ വഴിപാടിനെക്കുറിച്ച് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണണം. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് ആ ഒരു വഴിപാടെന്ന് പറയുന്നത്. എല്ലാ ദിവസവും നമ്മൾക്ക് കുലദൈവത്തിനെ പൂജിക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും മാസത്തിൽ ഒരിക്കൽ വരുന്ന നിറഞ്ഞ പൗർണമിയിൽ നമ്മൾ കുലദൈവത്തിനെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നല്ല ഫലങ്ങൾ തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മളെല്ലാവരും പ്രദോഷവ്രതം എടുക്കാറുണ്ട്. ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ടും പുത്ര സൗഭാഗ്യത്തിനും ദാമ്പത്യ സൗഖ്യത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രദോഷവ്രതം എടുക്കുന്നത്. പ്രദോഷവ്രതം എടുക്കുന്നവർക്കറിയാം അത് എത്രമാത്രം മഹത്വമുള്ളതും ശക്തിയുള്ളതുമാണ് എന്നുള്ളത്. കാരണം നമ്മൾ എന്താഗ്രഹിച്ചാണോ പ്രദോഷവ്രതം എടുക്കുന്നത് ആ ഒരു കാര്യം ഭഗവാൻ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു തരും. അതുകൊണ്ട് തന്നെ ഇന്ന് വരെ പ്രദോഷവ്രതം എടുക്കാത്തവർ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് വ്രതം എടുക്കാവുന്നതാണ്. വ്രതം എടുക്കേണ്ട രീതി എന്ന് പറയുന്നത് സാധാരണയായി എല്ലാ വ്രതങ്ങൾക്കും ഉള്ളതുപോലെ തലേ ദിവസം ഒരു നേരം അരിയാഹാരം കഴിച്ച് പിറ്റേ ദിവസം പ്രദോഷത്തിൻ്റെ അന്ന് സൂര്യോദയത്തിന് മുൻപ്, നമ്മൾ ഏതൊരു വ്രതം എടുത്താലും സൂര്യോദയത്തിന് മുൻപ് തന്നെ ഉണർന്ന് കുളിച്ച് ശുദ്ധമാവാൻ ശ്രമിക്കണം. അങ്ങനെ കുളിച്ച് ശുദ്ധമായി പൂജാമുറിയിൽ 5 തിരിയിട്ട് നെയ്യൊഴിച്ച് നിലവിളക്ക് കൊളുത്തുന്നത് വളരെ ഉത്തമമാണ്. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ സാധാരണയായി നിങ്ങൾ എങ്ങനെയാണോ നിലവിളക്ക് കൊളുത്തുന്നത് അതുപോലെ വിളക്ക് കൊളുത്തണം. നിങ്ങളുടെ കയ്യിൽ ശിവലിംഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഭഗവാനെ അഭിഷേകം ചെയ്യണം. ഇനി ഫോട്ടോയാണെങ്കിൽ ആ ഫോട്ടോയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഭഗവാന് ഭസ്മമൊക്കെ ചാർത്തി കൊടുക്കണം. ഭഗവാന് മുൻപ് പ്രത്യേകമായിട്ട് ദീപം കൊളുത്തി വെക്കാൻ പറ്റിയാൽ അതും നല്ലതാണ്. അന്നത്തെ ദിവസം ഭഗവാന് മുല്ലപ്പൂ മാല ചാർത്തുന്നതും കൂവളത്തിലകൾ, നമ്മൾ തന്നെ കൂവളത്തില പറിച്ച് ആ കൂവളത്തിലകൾ കൊണ്ട് മാല കെട്ടി ചാർത്തുന്നത് വളരെ നല്ലതാണ്. 3 ഇതളുകളോട് കൂടിയ കൂവളത്തില തന്നെ നമ്മൾ എടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അങ്ങനെ തന്നെ വേണം നമ്മൾ ഭഗവാനത് സമർപ്പിക്കാനും. അതുപോലെ തന്നെ പ്രദോഷത്തിൻ്റെ അന്ന് കൂവളത്തില പറിക്കുകയും ചെയ്യരുത്. അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന നാമങ്ങളൊക്കെ ഭഗവാന് മുൻപിലിരുന്ന് ചൊല്ലണം. ഓം നമഃശിവായ 108 തവണ ചൊല്ലാം. അതേപോലെ തന്നെ ശിവ അഷ്ടോത്തരം ചൊല്ലി കൂവളത്തിലകൾ കൊണ്ടോ ഭസ്മം കൊണ്ടോ ഒക്കെ അർച്ചന ചെയ്യാവുന്നതാണ്. അതേപോലെ മഹാമൃത്യുഞ്ജയ മന്ത്രം എല്ലാ ദിവസവും 3 തവണ ജപിക്കുന്നതും പ്രദോഷം വരുന്ന ദിവസം നമ്മൾ 21 തവണ ജപിക്കുന്നതും അതിശ്രേഷ്ഠമാണ്. എല്ലാവിധത്തിലുമുള്ള രോഗപീഠകളിൽ നിന്നും അകാല മരണങ്ങളിൽ നിന്നുമൊക്കെ മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത് നമ്മളെ കാത്തുരക്ഷിക്കും. പ്രദോഷത്തിൻ്റെ ഏറ്റവും മഹത്വപൂർണമായ സമയം എന്ന് പറയുന്നത് പ്രദോഷ സന്ധ്യയാണ്. 4:30 മുതൽ 6 വരെയും 6 മുതൽ 7:30 വരെയുമുള്ള ആ ഒരു 3 മണിക്കൂർ സമയം. കാരണം ആ സമയത്താണ് ഭഗവാൻ പാർവതീദേവിയെ കൈലാസത്തിൽ സിംഹാസനത്തിലിരുത്തി ദേവിക്ക് മുൻപിൽ നടനമാടിയത്. അതുമാത്രവുമല്ല, നന്ദിദേവൻ്റെ കൊമ്പുകൾക്ക് ഇടയിലൂടെയാണ് ആ ഒരു നടനം എന്നും പറയുന്നുണ്ട്. അതേപോലെ തന്നെ അന്നത്തെ ദിവസം 33 കോടി ദൈവങ്ങളും ഈ ഒരു താണ്ഡവം കാണാൻ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ശിവകുടുംബത്തിൻ്റെ മാത്രമല്ല 33 കോടി ദൈവങ്ങളുടെയും അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് അന്നത്തെ ദിവസം നിങ്ങൾ നന്ദിദേവനെയും പ്രാർത്ഥിക്കാൻ മറക്കരുത്. ശിവക്ഷേത്ര ദർശനം നടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. അങ്ങനെ നടത്തുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നന്ദിദേവനെ പോയി തൊഴുത് നന്ദിദേവനൊരു കൂവളത്തിലയും സമർപ്പിച്ച് നന്ദിദേവന് മുൻപിൽ ദീപം കൊളുത്തി വെക്കാൻ പറ്റുന്ന ക്ഷേത്രമാണ് എന്നുണ്ടെങ്കിൽ ഒരു നെയ് ദീപവും കൊളുത്തി വെച്ച് അനുഗ്രഹിക്കണമെന്ന് നന്ദിദേവനോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണം ശിവഭഗവാനെ തൊഴാൻ വേണ്ടിയിട്ട് പോകാൻ. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ശിവഭഗവാനെ നമ്മൾ തൊഴാൻ പോകുമ്പോൾ മുല്ലപ്പൂവ് കൊണ്ടുപോകണം.
കൂവളത്തിലയോടൊപ്പം തന്നെ ഭഗവാന് മുല്ലപ്പൂവും സമർപ്പിക്കുന്നത് സന്തുഷ്ടകരമായൊരു ദാമ്പത്യ ജീവിതം നമ്മൾക്കുണ്ടാവാൻ നല്ലതാണ്. അതേപോലെ തന്നെ ക്ഷേത്രദർശനം നടത്തുമ്പോൾ അന്നദാനം ചെയ്യണം. നിങ്ങൾ ക്ഷേത്രദർശനം നടത്തി ഇറങ്ങുമ്പോൾ അന്നദാനം ചെയ്യുന്നതും എന്താണോ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് അത് ദാനം ചെയ്യണം. അതേപോലെ അന്നത്തെ ദിവസം മറക്കാതെ നിങ്ങൾ ഉറുമ്പുകൾക്ക് അരിപ്പൊടി കൊടുക്കുവാനും മറക്കരുത്. ഇതൊക്കെ നമ്മുടെ കർമ്മദോഷങ്ങൾ, കാരണം പ്രദോഷം എന്ന് പറയുന്നതും ശിവഭഗവാൻ എന്ന് പറയുന്നതും നമ്മൾ ചെയ്യുന്ന നമ്മുടെ കർമ്മദോഷം എന്താണെങ്കിലും ആ ഒരു ദോഷത്തിൽ നിന്നും നമ്മൾക്ക് മുക്തി തരുന്ന ദൈവമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് അന്നത്തെ ദിവസം ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കുക. അരിപ്പൊടിയിൽ ശർക്കരയോ കൽക്കണ്ടമോ പഞ്ചസാരയോ അത് മിക്സ് ചെയ്ത് ഉറുമ്പുകൾക്ക് കൊടുത്താൽ ആ ഉറുമ്പുകൾ അത് കഴിക്കുന്നത് വഴി നമ്മുടെ കർമ്മഫലം കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവാനും അത് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് അക്കാര്യവും മറക്കാതെ ചെയ്യണം. ഞാനിനി ഈ പറയുന്നൊരു മന്ത്രമെന്ന് പറയുന്നത് നാളെ നിങ്ങൾക്ക് ഞായറാഴ്ച ബ്രഹ്മമുഹൂർത്തം മുതൽ ഞായറാഴ്ച രാത്രി 11 മണിക്കുള്ളിൽ ഏതൊരു സമയത്ത് വേണമെങ്കിലും ചൊല്ലാവുന്നതാണ്. അതിൽ തന്നെ ഞാൻ പറഞ്ഞു പ്രദോഷ സന്ധ്യ എന്ന് പറയുന്നത് വളരെയധികം മഹത്തരമായൊരു സമയമായതുകൊണ്ട് ആ ഒരു 3 മണിക്കൂർ നിങ്ങൾക്കിത് ചൊല്ലാൻ സാധിച്ചാൽ അത് വളരെയധികം നല്ലതാണ്. ക്ഷേത്രത്തിലിരുന്നോ വീട്ടിലിരുന്നോ എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇത് ചൊല്ലാം. ഇതുപോലെയുള്ള പ്രദോഷം, ഏകാദശി, ചതുർത്ഥി, പഞ്ചമി ഇങ്ങനെയുള്ള ഓസ്പീഷ്യസ് ദിവസങ്ങൾ വരുമ്പം ആ ദിവസങ്ങളിലെങ്കിലും നമ്മൾ ഇതുപോലെ മന്ത്രജപങ്ങൾക്കും പൂജകൾക്കും ക്ഷേത്ര ദർശനത്തിനുമൊക്കെ സമയം കണ്ടെത്തുന്നതും നമുക്ക് നല്ല ഫലങ്ങളെ തരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ സമയത്ത് ക്ഷേത്രത്തിലാണെന്നുണ്ടെങ്കിൽ വിരിപ്പൊന്നും വിരിക്കാതെ ഭഗവാന്റെ ആ ഒരു ശിവലിംഗം കാണാവുന്ന രീതിയിൽ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കണം. വീട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിലവിളക്കിന് മുൻപിലിരുന്നു, അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ ഭഗവാന് മുൻപിൽ ഒരു ദീപം കൊളുത്തി വെച്ച് അതിന് മുൻപിലിരുന്ന് ഒരു മാറ്റൊക്കെ വിരിച്ച് ഇരുന്നതിന് ശേഷം സ്വസ്ഥമായി ഇരുന്നിട്ട് 108 തവണ നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കണം. മന്ത്രം ഞാനിവിടെ എഴുതി കാണിക്കുന്നുമുണ്ട്. മന്ത്രം ഇതാണ്: ഓം നമോ ഭഗവതേ രുദ്രേ. രുദ്രൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ഏറ്റവും ഉഗ്രമായിട്ടുള്ളൊരു രൂപമാണ്. ഭഗവാനെ രുദ്രനെ എന്ന് വിളിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. ഓം നമോ ഭഗവതേ രുദ്രേ. ഈ ഒരു മന്ത്രം 108 തവണ നിങ്ങൾ ചൊല്ലി ഭഗവാന് സമർപ്പിക്കുക. നിങ്ങളുടെ എന്തൊരാഗ്രഹവും, ഞാനിവിടെ സ്പെഷ്യലായിട്ട് ഒരാഗ്രഹവും എടുത്തു പറയുന്നില്ല, നിങ്ങൾക്ക് എന്താണോ സാധിച്ചു കിട്ടേണ്ടത് അത് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രവും കൂടി ചൊല്ലുക. തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ഒരു ദിവസം ഈ ഒരു സമയത്ത് ഭഗവാന് ചൊല്ലി സമർപ്പിക്കുന്നതിനുള്ള ഫലം എന്തൊരു രീതിയിലെങ്കിലും ഭഗവാൻ നിങ്ങൾക്ക് മുൻപിൽ എത്തിച്ചിരിക്കും. അക്കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുമുള്ള സംശയവും വേണ്ട. നാളത്തെ ദിവസം കഴിവതും എല്ലാവരും വ്രതമെടുക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പം നിർജ്ജല ഏകാദശി വ്രതമൊക്കെ എടുത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രമേ നിങ്ങൾ വ്രതമെടുക്കാനായിട്ട് പോകാവുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നോൺ വെജ് കഴിക്കാതെ നിങ്ങൾ സാധാരണ നോർമൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് ആ സമയത്ത് ഭഗവാന് മുൻപിലിരുന്ന് ഈ മന്ത്രം ചൊല്ലിയാൽ മതിയാകും. എല്ലാ വ്രതങ്ങളും എല്ലാം എടുത്ത് നമ്മുടെ ശരീരത്തിനെ ഒരിക്കലും നിങ്ങളാരും തന്നെ ദ്രോഹിക്കരുത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ മനഃശുദ്ധി ഉണ്ടെങ്കിൽ അതുമാത്രം മതിയാവും, മറ്റൊന്നും വലുതല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും പറ്റുന്നത് പോലെയൊക്കെ വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.